ഡെത്ത് കറന്റ് അധ്യായം 3. 1955 ഗ്രാൻഡ് മാസ്റ്റർ എന്ന ചരക്ക് കപ്പൽ കാണാതായതിനെ തുടർന്ന് അന്വേഷിച്ചുപോയ 3 ഹെലികോപ്റ്ററുകളിൽ മുന്നറിയിപ്പൊന്നും കൂടാതെ അപ്രത്യക്ഷമായി. ഡെത്ത് കറന്റിന് മുകളിലൂടെ വായുമണ്ഡലത്തിലും ശക്തമായ ചുഴലിക്കാറ്റുണ്ടെന്ന്, അതും വിമാനങ്ങളെ കടലിലേക്ക് വലിച്ചെറിയുമെന്നുള്ള വിശ്വാസം ആ സംഭവത്തിന് ശേഷമാണ് നാവികർക്കിടയിൽ വ്യാപിച്ചത്. എന്തായാലും ഡെത്ത് കറന്റ് എന്ന പ്രതിഭാസത്തെക്കുറിച്ച് കൂടുതൽ പഠനങ്ങളൊന്നും നടന്നിട്ടില്ല. ആ സമുദ്രമേഖലയിലോ കപ്പൽ പാതകളും വിമാന റൂട്ടുകളും ഇല്ല. ഡെത്ത് കറന്റിൽ അതിശക്തമായ ഒരു കാന്തിക ശൃംഖല പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് നാവികരുടെ സങ്കല്പം. ഇവിടെ യന്ത്രങ്ങളും ഇലക്ട്രോണിക് ഉപകരണങ്ങളൊന്നും പ്രവർത്തിക്കുകയില്ല എന്ന് നാവികർ വിശ്വസിക്കുന്നു. ഏതായാലും ഡെത്ത് കറന്റ് യാഥാർത്ഥ്യമാണെങ്കിൽ അത് ബർമുഡ ട്രയാങ്കിളിനെ പോലെ അതിശയിപ്പിക്കുന്ന അത്ഭുത പ്രതിഭാസമാണ്. അല്ലെങ്കിൽ അത് അറബിക്കഥകളെ പോലും നിഷ്പ്രഭമാക്കുന്ന മാഢ്യ സങ്കല്പവും. ഷാൻപിയർ ആ ലേഖനം എല്ലാവരെയും വായിച്ചു കേൾപ്പിച്ചു. എല്ലാ മുഖങ്ങളും വിളറി വെളുത്തു. കണ്ണുകളിൽ ഭീതി ഓളം വെട്ടി. നമുക്ക് മാത്രം ഡെത്ത് കറന്റും ദ്വീപും മാഢ്യ സങ്കല്പമല്ല, പേടിപ്പെടുത്തുന്ന യാഥാർത്ഥ്യമാണ്. റാൽഫ് പിറുപിറുത്തു. നമ്മൾ ഡെത്ത് കറന്റിലോ തടവുപുള്ളികളാണ്. ഇനി മുതൽ ആജീവനാന്തം. ഒരു കപ്പലോ വിമാനമോ ദ്വീപിൽ അടുക്കുന്നതിനെ കുറിച്ച് പ്രതീക്ഷയൊന്നും വേണ്ട. ഡെത്ത് കറന്റിൽ അവയ്ക്ക് ആയുസില്ല, അർണാൾഡ് നിരാശയോടെ പറഞ്ഞു. ക്രിസ്റ്റഫർ മദ്യക്കുപ്പിയും എടുത്ത് പുൽത്തകടിയിൽ മലർന്നു കിടന്നു. ഒരു കവൾ മോന്തിയിട്ട് അയാൾ ചെറുചിരിയോടെ പറഞ്ഞു, നമ്മുടെ ക്യാപ്റ്റന്റെ 13-ാം നമ്പറിലെ ദുരന്ത പ്രവചനം അസലാക്കിയല്ലേ. ആർക്കും ഒന്നും പറയാനില്ല, മൂകത മാത്രം. അവസാനം ഷാൻപിയർ പറഞ്ഞു, ആരും ഭയപ്പെട്ടിട്ട് കാര്യമില്ല. ദ്വീപിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുമെന്നല്ല നമുക്ക് ചിന്തിക്കാനുള്ളത്, നമ്മുടെ അജ്ഞാത ശത്രുവിനെ അതിജീവിക്കാൻ നമുക്ക് കഴിയുമോ എന്നാണ്. അതിനുള്ള തയ്യാറെടുപ്പാണ് വേണ്ടത്. അധ്യായം 7. ഏപ്രിൽ 16. ഞങ്ങളിവിടെ എത്തിയിട്ട് 3 ദിവസമാകുന്നു. സാൻ ഫ്രാൻസിസ്കോ എത്ര അകലെയാണ്. ഞങ്ങൾ ഡെത്ത് കറന്റിന്റെ നടുവിലെ ഭയാനകമായ ദ്വീപിലെ അജ്ഞാത ശത്രുവിൻ്റെ തടവുപുള്ളികൾ. ശത്രു ഞങ്ങളുടെ ലോഞ്ച് നശിപ്പിച്ചതിന് ശേഷം ആർക്കും രക്ഷപ്പെടാമെന്ന പ്രതീക്ഷയിൽ എല്ലാവരും തന്നെ ആശങ്ക പൂണ്ട് പുൽത്തകടിയിലും കൂടാരങ്ങളിലും ചടഞ്ഞുകൂടിയിരിക്കുന്നു. എന്തു ചെയ്യണമെന്ന് ആർക്കും അറിയില്ല. മരണം ഞങ്ങൾക്ക് ചുറ്റുമുണ്ടെന്ന് ഞങ്ങൾ കരുതുന്നു. ഞങ്ങൾ 13 പേരിൽ ആരെയാണ് ആദ്യം പിടികൂടുന്നതെന്ന് കാത്തിരിക്കുക തന്നെ. ബാരി കോമസ് കുറിപ്പെഴുതി ബോട്ടിനുള്ളിൽ ഇറക്കി കോർക്കുകൊണ്ടടച്ചു. പിന്നെ നേരെ കടലിലേക്ക് പോയി. കുപ്പി അയാൾ തിരയിലേക്ക് വലിച്ചെറിഞ്ഞു. ഇന്നലെയും അയാൾ ഞങ്ങളുടെ യാത്രയെ സംബന്ധിച്ച് വന്നു ചേർന്ന അവസ്ഥയെക്കുറിച്ചും ഒരു നീണ്ട കുറിപ്പെഴുതി ബോട്ടിനുള്ളിലാക്കി കടലിലൊഴുക്കിയിരുന്നു. അതേക്കുറിച്ച് അർണോൾഡ് ചോദിച്ചപ്പോൾ ഭാര്യ പറഞ്ഞു, ഞാൻ ദിവസവും ഇത് ചെയ്യാനാണ് തീരുമാനം. ദ്വീപിൽ കിടന്ന് ചാകാനാണ് നമ്മുടെ വിധിയെങ്കിൽ എന്താണ് സംഭവിച്ചതെന്ന് ലോകം അറിയട്ടെ. ഡെത്ത് കറന്റും ദ്വീപും വെറുമൊരു സങ്കല്പമല്ലെന്നും പസഫിക്കിലെ നാവികർ മനസ്സിലാക്കട്ടെ. ഈ ബോട്ടിലുകൾ നേരെ സാൻ ഫ്രാൻസിസ്കോയിലേക്ക് ഒഴുകിച്ചെല്ലുമെന്നാണ്. എന്നില്ല, മറ്റേതെങ്കിലും ദ്വീപുകളിൽ ചെന്നെടുക്കാം, അല്ലെങ്കിൽ പാറക്കെട്ടിലിടിച്ച് തകർന്നേക്കാം. ചിലപ്പോൾ വൻകരയിൽ ഒലിച്ചെത്തുകയില്ല. മത്സ്യബന്ധനക്കാരുടെ വലയിൽ കുടുങ്ങിയാലും മതിയല്ലോ. അതൊരു നല്ല ആശയമാണ്. ഇനിയൊന്നും അങ്ങനെ തന്നെ ചെയ്യണമെന്ന് ഭാര്യ തീരുമാനിക്കുകയും ചെയ്തു. കുപ്പി കടലിലൊഴുക്കി കളഞ്ഞ് ഭാര്യ കൂടാരത്തിൽ തിരിച്ചെത്തിയപ്പോൾ അവിടെ വാക്കേറ്റം നടക്കുകയാണ്. ക്യാപ്റ്റൻ മദ്യവും സിഗരറ്റും പങ്കുവെക്കണം, അത് നിർബന്ധമാണ്. ക്രോഫോർഡ് ശബ്ദം വളരെ ഉയർന്നു കിട്ടും. ക്രിസ്റ്റഫറാണ് വഴക്കിന് കാരണം. അയാളുടെ വായിൽ നിന്നും മദ്യക്കുപ്പിയുടെ കഴുത്ത് ഒഴിഞ്ഞു നേരമില്ല. ചാറയോടെ മോന്തുന്ന മനുഷ്യൻ. അവനിങ്ങനെ മോന്തിയാൽ ഒരാഴ്ച കൊണ്ട് മദ്യം തീരുമാനം. അപ്പോൾ അമേരിക്കയിൽ നിന്നും വേറെ ചരക്കുകത്തിലെത്തുന്നു. ക്രോഫോർഡ് ഉറക്കെ ചോദിച്ചു. ഇത് നടപ്പില്ല. മദ്യം പങ്കുവയ്ക്കണം. ഓരോരുത്തർ അവരുടെ പങ്ക് കുടിച്ചു തീർക്കുകയും കടലെറിയുകയോ എന്തു വേണമെങ്കിലും ചെയ്യട്ടെ. ക്രോഫോർഡിൻ്റെ അഭിപ്രായമാണ് മറ്റുള്ളവർക്കും. റാൾഫ് മദ്യം പങ്കുവയ്ക്കാമെന്ന് സമ്മതിച്ചു. മദ്യപ്പെട്ടികൾ എല്ലാവരും കൂടി താങ്ങിപ്പിടിച്ച് പുൽത്തകടിയിലിറക്കി. സിഗരറ്റ് പെട്ടികളും കൊണ്ടുവന്നു. ആർക്കും ആക്ഷേപമുണ്ടാകാത്ത വിധം റാൾഫ് തന്നെ അത് പങ്കുവെച്ചു കൊടുത്തു.
ഓരോരുത്തരും അവരുടെ പങ്ക് ഭദ്രമായി സൂക്ഷിച്ചു. ഉച്ചഭക്ഷണം കഴിഞ്ഞ് റാൾഫിൻ്റെ നേതൃത്വത്തിൽ അവർ ദ്വീപിൽ ചുറ്റിക്കറങ്ങാൻ ഇറങ്ങി. റാൾഫും ഷാൻഫിയറും ക്രഫോർഡും തോക്കുകൾ കരുതിയിരുന്നു. റാൾഫ് എല്ലാവരുടെയുമായി നിർദ്ദേശിച്ചു, ആരും ഒറ്റതിരിഞ്ഞ് നടക്കരുത്, കൂട്ടത്തിൽ നിന്നും അകന്നു പോവുകയുമായിരുന്നു. നമുക്കിവിടെ ഒരു അജ്ഞാത ശത്രു ഉണ്ടെന്ന ഓർമ്മ എപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മുടെ ശത്രുവിനെ കാണുകയില്ലെങ്കിലും അവർ നമ്മെ ശരിക്കും നിരീക്ഷിക്കുന്നുണ്ടാവും. കൂടാരത്തിനും കാവലില്ലാതെ സകലരും കൂടി പോകുന്നതിൽ എനിക്ക് അഭിപ്രായമില്ല. നമ്മൾ തിരിച്ചു വരുമ്പോഴേക്കും നമ്മുടെ ശത്രു ഈ കൂടാരങ്ങളെല്ലാം തീവച്ച് നശിപ്പിച്ചെങ്കിൽ, ബാരി ഗോമസ് ചോദിച്ചു. ആ സാധ്യതയെക്കുറിച്ച് ആരും ചിന്തിച്ചിരുന്നില്ല. ക്രഫോർഡും കൂടെ 5 പേരും കൂടാരത്തിനരികിൽ നിൽക്കണമെന്ന് റാൾഫ് നിർദ്ദേശിച്ചു. വിൽബർട്ടും ബാരിയും അർണോൾഡും ജൂലിയനും വെർജീനയും ക്രഫോർഡിനൊപ്പം നിൽക്കാൻ തീരുമാനിച്ചു. എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടായാൽ അടയാളവെടി പൊട്ടിക്കുക, ഞങ്ങൾ പാഞ്ഞെത്തിക്കൊള്ളാം, ക്രഫോർഡ് റാൾഫിനോടായി പറഞ്ഞു. നിങ്ങളും അതുതന്നെ ചെയ്യുക, റാൾഫ് പ്രതിവദിച്ചു. അയാൾ തൻ്റെ സംഘത്തോടൊപ്പം കാട്ടിനുള്ളിൽ കടന്നു. നമ്മുടെ ശത്രുക്കളാരെന്ന് ഇന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞേക്കും, റാൾഫ് പറഞ്ഞു. സന്ധ്യ വരെ നമുക്കവരെ തിരയണം. ഈ ദ്വീപിലുള്ളവർ ഒറ്റപ്പെട്ടുണ്ടാവാതിരിക്കില്ല. ഒരേറ്റുമുട്ടലിന് നാം എല്ലായ്പ്പോഴും തയ്യാറായിരിക്കണം. ആശങ്കയോടെയാണ് അവർ നീങ്ങിയത്. ഷാൻഫിയറും റാൾഫും അതീവ സൂക്ഷ്മതയോടെ 4 ദിക്കുകളും നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. മരങ്ങളിൽ നിന്നും പക്ഷികൾ ചിറകടിച്ചു പറക്കുന്ന ശബ്ദം കാട്ടിനുള്ളിൽ മുഴങ്ങിക്കുന്നു. സൂക്ഷിക്കുക, ചെളിക്കുളങ്ങളുണ്ട്. അതിൽ വീണു കഴിഞ്ഞാൽ ജീവിതം കഴിഞ്ഞു എന്ന് തന്നെ അർത്ഥം. അതിൽ നിന്നും കരകയറാനോ വീണവരെ രക്ഷപ്പെടുത്താനോ കഴിഞ്ഞെന്ന് വരില്ല, ഷാൻഫിയർ മുന്നറിയിപ്പ് നൽകി. വിഷപ്പാമ്പുകൾ ഉണ്ടാവുമെന്ന് പിന്നിൽ നിന്നും ഫെഡറിക്ക് പറയുന്നത് കേട്ടു. കാട്ടിലൂടെ അവർ നീങ്ങി. ചെറിയ മൃഗങ്ങളും ഇഴജന്തുക്കളും ധാരാളമുള്ള കാട്. കാട്ടിനപ്പുറത്ത് പുൽപ്രദേശം. ചെറിയ ഒരു കുന്നിറങ്ങി അവർ തെങ്ങുകൾ ധാരാളമായി കാണപ്പെട്ട കടൽക്കരയിലെത്തി. കടലിലേക്ക് ചാഞ്ഞ തെങ്ങുകൾക്കിടയിൽ വളരെ പഴക്കമുള്ള ഒരു തോണി പൊട്ടിപ്പൊളിഞ്ഞ് ചിതലരിച്ചു കിടക്കുന്നത് അവർ ശ്രദ്ധയാകർഷിച്ചു. ആ കരയിലെവിടെയോ ആയി പണ്ടെന്നോ തകർന്ന കപ്പലുകളുടെ അവശിഷ്ടങ്ങൾ അടിഞ്ഞു കിടക്കുന്നതായും കാണായി. മഞ്ഞിൽ പുതഞ്ഞ പലകകൾ, ഇരുമ്പു ചട്ടകൾ, തകിടുകൾ, തോണിയുടെ അടിമരം, ഒടിഞ്ഞ തകർന്ന പാമരം മുതലായവ. ആ ഭാഗത്തൂടെ കുറച്ചുകൂടി വിശദമായി തിരച്ചിൽ നടത്തിയപ്പോൾ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കരയിലടഞ്ഞ ഒരു യന്ത്രവൽകൃത ബോട്ടിൻ്റെ നഷ്ടാവശിഷ്ടങ്ങൾ മണ്ണിൽ പൊതിഞ്ഞ് കാണപ്പെട്ടു. തകർന്ന കപ്പലുകളുടെ ഭാഗങ്ങൾ ആ ഭാഗത്തെമ്പാടും ചിതറിക്കിടക്കുന്നതായും കാണപ്പെട്ടു. പുറംകടലിൽ നിന്നും നേരെ ഇവിടേക്കാണ് കടലൊഴുക്ക്. അതുകൊണ്ടാണ് എല്ലാം ഈ തീരത്തടിഞ്ഞത്. നാവികർ കരക്കെടുത്തതും ഇവിടെ തന്നെ ആയിരിക്കണം, ഷാൻഫിയർ പറഞ്ഞു. പാറക്കൂട്ടങ്ങൾക്കടുത്തെത്തിയപ്പോൾ ഇവർ കാട്ടിലേക്ക് തന്നെ തിരിഞ്ഞു. അവിടെ ഒരു പടുകൂറ്റൻ വൃക്ഷത്തിൽ പേരുകൊത്തിയ തവിടുകൾ അടിച്ചു വെച്ചിരിക്കുന്നത് സംഘത്തെ അത്ഭുതപ്പെടുത്തി. ഷാൻഫിയർ അതിങ്ങനെ വായിച്ചു. ക്യാപ്റ്റൻ ജോൺ ഐക്മാൻ 1898 ഫെബ്രുവരി. അതിന് താഴെ ക്യാപ്റ്റൻ മാർലോ 1921 മെയ്. ഏറ്റവും അടിയിൽ ക്യാപ്റ്റൻ മാർക്ക് അലൻഡോ 1984 നവംബർ. വായിച്ചിട്ട് അവർ പരസ്പരം നോക്കി. ഷാൻഫിയർ മുമ്പ് വായിച്ച പുസ്തകത്തിൽ പരാമർശിച്ച പേരുകൾ. എത്കറിൻ്റെ തേടിപ്പോയിട്ട് മടങ്ങിയെത്താത്ത നാവികർ. അവർ കരയിലിറങ്ങിയതിന് വേറെ എന്ത് തെളിവെന്തിന്? ഒരുപക്ഷെ അവരോ അവരുടെ പിൻഗാമികളോ ഈ ദ്വീപിലുണ്ടായിരിക്കാം, ക്രിസ്റ്റഫർ പറഞ്ഞു. കരോൾ ലൈസ അഭിപ്രായപ്പെട്ടു. ഉണ്ടാവില്ല. ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും അവർ വൻകരയിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുമായിരുന്നു. അതുമാത്രമല്ല, അവർ ദ്വീപിലുണ്ടെങ്കിൽ നമ്മൾ എത്തിയതറിഞ്ഞ് സ്വീകരിക്കാനെത്താതിരിക്കുമോ? സംഗതി ഇത്രയേ ഉള്ളൂ. ഇവിടെ ഇറങ്ങിയ 3 നാവിക സംഘങ്ങൾക്കും തിരികെ പോകാൻ കഴിഞ്ഞില്ല. അവർ ഇവിടെ തന്നെ മരിച്ചു, അല്ലെങ്കിൽ യാത്രക്കിടയിൽ അവരെ കടൽ വിഴുങ്ങി. കുറ്റിക്കാട്ടിലൂടെ അവർ പാറക്കെട്ടിനപ്പുറം കടന്നു. അവിടെ നേരെ വനത്തിലേക്ക് കടലടിച്ചു കയറുകയാണ്. കാട്ടിനുള്ളിലായി വലിയൊരു ബോട്ട് കവഴ്ന്നു കിടക്കുന്നതായി കാണാം. അതിൻ്റെ പകുതിയോളം ചെളിയിൽ പൂണ്ടുപോയിരിക്കുന്നു. അതിൻ്റെ പലകകളെല്ലാം ലഭിച്ചു പോയിരിക്കുന്നു. ബോട്ടിൻ്റെ ഒരു അസ്ഥിപഞ്ജരം മാത്രമാണ് ശേഷിക്കുന്നത്. അതിനപ്പുറത്ത് മരച്ചുവട്ടിൽ തൊല്ലുയർന്നു നിൽക്കുന്ന പാറമേൽ 2 അസ്ഥികൾ പിണഞ്ഞ് അതിനു മീതെ തലയോട്ടിയും വെച്ച് അപകടത്തിൻ്റെ ചിഹ്നമുണ്ടാക്കിയിരിക്കുന്നു കണ്ടു. അവർ പരസ്പരം ഭീതിയോടെ നോക്കി. മനുഷ്യൻ്റെ അസ്ഥികളും തലയോട്ടികളും തന്നെ. അവയ്ക്ക് വളരെ പഴക്കം തോന്നുന്നു. മരത്തിന്മേൽ തറച്ചിരിക്കുന്ന വലിയ ലോഹത്തകട് ഷാൻഫിയർ ഇളക്കിയെടുത്തു. അതിന്മേൽ ഏതാനും വാക്കുകൾ കൊത്തിവെച്ചിരിക്കുന്നു. പക്ഷെ വർഷങ്ങളായി പായലും പൊടിയും പിടിച്ച് അക്ഷരങ്ങൾ അവ്യക്തമായിരുന്നു. ഷാൻഫിയറും കൂട്ടരും കുറെ കൂടി മുൻപോട്ട് പോയി. മനുഷ്യൻ്റെ തലയോടും അസ്ഥികളും അവിടെ പലയിടത്തായി ചിതറിക്കിടക്കുന്നത് കണ്ടു. സംഘത്തിലെ എല്ലാവരും ഭയം കൊണ്ട് വിളറിപ്പോയിരുന്നു. സകലർക്കും
കൂടാരത്തിൽ തിരിച്ചെത്തിയാൽ മതിയെന്ന് ഉൾക്കിടലുമുണ്ടായി. അവർ മടങ്ങി. കൂടാരത്തിലെത്തിയ ഉടനെ ഷാൻപിയർ തകിട് ഡീസലൊഴിച്ച് തേച്ച് കഴുകി വൃത്തിയാക്കി. എന്നിട്ട് ശരിക്കും വായിക്കാനാവാത്ത വിധം അക്ഷരങ്ങൾ അവ്യക്തമായിരുന്നു. ഷാൻപിയർ വല്ല വിധേനയും ഇങ്ങനെ വായിച്ചു: അപകടം, ദ്വീപിലെത്തുന്നവർക്കുള്ള മുന്നറിയിപ്പ്, ഉടൻ തിരിച്ചു പോവുക. ഇവിടെ അവനുണ്ട്, ബ്ലാക്ക് ഡീമൺ. ഞങ്ങൾ മുമ്പ് വന്ന നാവിക സംഘങ്ങളെ അവൻ നശിപ്പിച്ചു. ഞങ്ങളെയും അവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ രക്ഷാമാർഗങ്ങളില്ല. അധ്യായം 8. നീണ്ടുനിന്ന ഭീതിതമായ നിശബ്ദതയ്ക്ക് വിരാമമിട്ട് ഷാൻപിയർ പറഞ്ഞു: കുറഞ്ഞത് 50 വർഷമെങ്കിലും പഴക്കമെങ്കിലും ഈ ലോകത്തോടനുണ്ട്. ആരാണ് ഈ ബ്ലാക്ക് ഡീമൺ? ഒരു വ്യക്തിയാണോ, അതോ ഒരു ഭീകര സംഘടനയോ? അതുമല്ലെങ്കിൽ പ്രേതപിശാചുക്കളുടെ വകുപ്പിൽപ്പെട്ട വല്ലതുമാണോ? ക്രിസ്റ്റഫർ റൂസലനെ ചോദിച്ചു. 50 വർഷം പഴക്കമുള്ള ലിഖിതമല്ലേ ഇത്? ക്രഫോർഡ് തുറന്നു. ആ നിലയ്ക്ക് ഇതിൽ സൂചിപ്പിച്ചിരിക്കുന്ന ബ്ലാക്ക് ഡീമൺ ഇപ്പോഴും ജീവനോടെ ഉണ്ടായിരിക്കണമെന്നതിൻ്റെ വ്യക്തമായ തെളിവാണല്ലോ നമുക്ക് നമ്മുടെ ലോഞ്ച് നഷ്ടമായത്. ക്രഫോർഡിന് മറുപടി ഇല്ലാതായി. വേണ്ടത്ര ആയുധങ്ങളും വെടിക്കോപ്പുകളുമായി ഈ ദ്വീപിലിറങ്ങിയ നാവിക സംഘങ്ങൾക്ക് കറുത്ത ചെകുത്താനെതിരെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ നമുക്കെങ്ങനെ കഴിയും? ബാരി ഗോമസ് ചോദിച്ചു. ആർക്കും മറുപടി ഉണ്ടായിരുന്നില്ല. അവസാനം ക്രഫോർഡ് പറഞ്ഞു: മരണം വരെ ചെറുത്തു നിൽക്കുക, കരുതലെടുക്കുക, പോരാടുക. അത്രയേ നമുക്ക് ചെയ്യാനുള്ളൂ. റാൾഫ് എല്ലാവർക്കും പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകി. പകലോ രാത്രിയോ ആരും തനിയെ ദ്വീപിൽ ചുറ്റിക്കറങ്ങാൻ പോകരുത്. ആയുധമില്ലാതെ സംഘമായി പോകരുത്. സദാ ജാഗരൂകരായിരിക്കണം. നമ്മൾ അങ്ങോട്ട് ആക്രമിക്കുന്ന വിധം ഒരു നിലപാടെടുക്കണം. നമ്മൾ ഭയപ്പെട്ടൊതുങ്ങിക്കൂടിയാൽ നമ്മുടെ ശത്രുവിന് വേണ്ട വിധം ചിന്തിച്ച് വേണ്ടത്ര സന്നാഹങ്ങളോടെ ആക്രമിക്കാനുള്ള ധൈര്യം കിട്ടും. നമ്മൾ അങ്ങോട്ട് ആക്രമിക്കുകയാണെങ്കിൽ കുറേ നാളത്തേക്കെങ്കിലും പ്രതിരോധമേ ഉണ്ടാവും. ഭാര്യ അഭിപ്രായപ്പെട്ടു. അങ്ങോട്ട് ആക്രമിക്കാൻ ശത്രുവിനെ കണ്ടെത്തണ്ടേ? ഹാരിസ് ചോദിച്ചു. നിരന്തരം ശല്യപ്പെടുത്തണമെന്നാണ് ഞാൻ അർത്ഥമാക്കിയത്. എന്നും തിരിച്ചിൽ നടത്തുകയും വെടിശബ്ദം കൊണ്ട് ഭീഷണിപ്പെടുത്തുകയും വേണം. രാത്രിയിൽ എല്ലാവരും ഭീതിയോടെയാണ് ഉറങ്ങാൻ കിടന്നത്. 2 പേർ വീതം തവണ വെച്ച് കാവലിരിക്കുന്നുണ്ട്. 4 മണിക്കൂർ വീതമുള്ള 2 ഷെഡ്യൂളുകൾ. ക്രിസ്റ്റഫറിനെ കാവൽപ്പണിയിൽ നിന്നും ഒഴിവാക്കി. രാത്രിയിൽ കാവലിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് റാൾഫ് പറഞ്ഞപ്പോഴും ക്രിസ്റ്റഫർ എതിർത്തു. എനിക്ക് ഭയമില്ല. നിർദ്ധയനായ ഒരാൾക്ക് രാത്രി കിടന്നുറങ്ങാം, കാവൽ വേണ്ട. ഞാൻ ആർക്കു വേണ്ടിയും കാവലിരിക്കുമില്ല. ഒടുവിൽ ക്രിസ്റ്റഫറിനെ ഒഴിവാക്കിക്കൊണ്ട് ആരൊക്കെയോ എന്തൊക്കെയോ രാത്രിയിൽ കാവലിരിക്കണമെന്ന് റാൾഫ് നിർദ്ദേശിച്ചു. രാത്രിയിൽ വിശേഷിച്ചൊന്നും സംഭവിച്ചില്ല. അടുത്ത ദിവസം പ്രഭാത ഭക്ഷണം കഴിച്ചുവരുന്ന ക്രഫോർഡും ഷാൻപിയറും ക്രിസ്റ്റഫർ, ബാരി, ഫ്രെഡറിക്സ് എന്നിവരും ജൂലിയനും കരോളിനും ചേർന്ന് തിരച്ചിലിറങ്ങി. ഒരു ശിക്കാര കൂടി ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഇറക്കം. കയ്യിലുള്ള ഭക്ഷണം വളരെ നാളത്തേക്കൊന്നുമില്ല. ഇടയ്ക്കിടെ കാട്ടിൽ നിന്നും കൂടി ആഹാരം സമ്പാദിക്കേണ്ടിയിരിക്കുന്നു. ഉൾക്കാട്ടിലൂടെയുള്ള തിരച്ചിലിടയിൽ യാദൃശ്യമായി ഒരു പന്നിയെ കണ്ടു. അതോടെ വനത്തിൽ നിന്നും കുറ്റിക്കാട്ടിലേക്ക് കടക്കുകയായിരുന്നു. ക്രഫോർഡ് അതിനെ പിന്തുടർന്ന് ക്രിസ്റ്റഫർ പൊന്മേടിന് കുറുകെ ചാടി കുറ്റിക്കാട്ടിന് അഭിമുഖമായി നിന്നു. കുറ്റിക്കാട്ടിൽ ഒരു പൊന്തയോട് ചേർന്ന് പന്നി പതുങ്ങി നിൽക്കുന്നു. വെടിപ്പാടിൽ വന്നപ്പോൾ ക്രഫോർഡ് തോക്ക് ചൂണ്ടി. അപ്പോഴാണ് അയാൾ ശ്രദ്ധിച്ചത്. ക്രിസ്റ്റഫർ തനിക്കഭിമുഖമായി തോക്ക് ചൂണ്ടി നിൽക്കുന്നു. ക്രഫോർഡ് നടങ്ങി. അവന് കണക്കു തീർക്കാൻ പറ്റിയ ഒരു അവസരമാണിത്. പന്നിയെ വെടിവെച്ചപ്പോഴുണ്ടായ കൈപ്പിഴയാണിതെന്ന് വരുത്തി തീർക്കാം. തോക്കിൻ കുഴൽ തൻ്റെ നേർക്ക് തന്നെയാണ്. ഒറ്റ നിമിഷം കൊണ്ട് ക്രഫോർഡ് വേർപൊഴി കുളിച്ചു. അപ്പോഴേക്കും ഷാൻപിയർ ചാടി വീണതുകൊണ്ട് 2 പേരുടെയും ശ്രദ്ധ പണി. ഷാൻപിയറുടെ വെടിയേറ്റ് പന്നി കുതിച്ചു ചാടി. കുറേ ദൂരം പിടഞ്ഞടിച്ച് ഓടി ചത്തു വീണു. അങ്ങനെ ഇവിടെ എങ്ങനെ പന്നികളുണ്ടായി എന്നതാണ് അത്ഭുതം. പാരീസ് ഗോമസ് അതിനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. കാട്ടുപന്നികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവറ്റകൾ ഇങ്ങനെയല്ല. അതിനു മുമ്പ് ഇവിടെ വന്ന നാവിക സംഘങ്ങൾ കൊണ്ടുവന്ന് ഇറക്കിയവയായിരിക്കാം, ഷാൻപിയർ പറഞ്ഞു. മടങ്ങി വരുമ്പോൾ ഇരയെ കൊണ്ടുപോകാമെന്ന് തീരുമാനിച്ചുകൊണ്ട് തന്നെ അവർ വീണ്ടും കാട്ടിനുള്ളിലേക്ക് നീങ്ങി. കാട്ടിനുള്ളിൽ തന്നെ ഇടയ്ക്കിടെ ധാരാളം ചെളിക്കുളങ്ങൾ കാണാനുണ്ടായിരുന്നു. വലിയൊരു ചെളിക്കായലിന് മുന്നിലെത്തി അവർ നിന്നു. ചെളി ഓളം വെട്ടുന്ന വലിയ ചതുപ്പ്, അതിനുമീതെ പുളയുന്ന ഇഴജന്തുക്കൾ. അടിയിൽ നിന്നും വലിയ കുമിളകൾ മുകളിലേക്ക് പൊന്തി വന്ന് പൊട്ടുന്നു. ചതുപ്പിന് മീതെ പലയിടത്തും നുരയും പതയും. ചതുപ്പിനപ്പുറം വലിയൊരു പാറക്കൂട്ടമാണ്. ചതുപ്പിൽ പൊങ്ങിക്കാണപ്പെട്ട പാറകളിലൂടെ അവിടേക്ക് നടന്നു പോകാം. ചിലയിടത്ത് പാറ മുറിഞ്ഞ് ഇടവിട്ടിടവിട്ടിട കല്ലുകളായിട്ടാണ് കാണുന്നത്. അവ ചതുപ്പിൽ നിന്നും 5 അടിയോളം പൊന്തി നിന്നിരുന്നു. ആ പാറകൾക്ക് മീതെ കൂടി പതിവ് സഞ്ചാരമുണ്ടെന്ന് തോന്നുന്നു. കാൽപരിമാറ്റത്തിൻ്റെ ലക്ഷണമുണ്ട്. പാറകളിലേക്ക് സൂക്ഷിച്ചു നോക്കിയ ഷാൻപിയർ പറഞ്ഞു. ഷാൻപിയറുടെ കണ്ടുപിടുത്തം സംഘത്തെ അമ്പരപ്പിച്ചു. ഏതായാലും
ചതുപ്പിനക്കരെ പോയി നോക്കാം. ഷാൻപിയർ ചതുപ്പ് കടക്കാനൊരുങ്ങിയപ്പോൾ കരോളിസ് തടഞ്ഞു. വേണ്ട ഷാൻ, അത് അപകടമായിരിക്കും. പാറക്കൂട്ടത്തിൽ നിന്നും പെടുന്നതിനെ ശത്രുവിൻ്റെ ആക്രമണം ഉണ്ടായാലോ? ഭയന്ന് ജീവിക്കുക അസാധ്യമാണെന്ന് പറഞ്ഞ് ഷാൻപിയർ പാറകളിലൂടെ ചതുപ്പ് കടക്കാനുള്ള ശ്രമം തുടങ്ങി. ക്രഫോർഡ് അയാളെ പിന്തുടർന്നു. ചതുപ്പിൽ വീഴാതെ ബാലൻസ് പിടിച്ചുള്ള പാറകളിലൂടെ ചാടിച്ചാടി പോർന്നു പോവുകയായിരുന്നു. സാഹസികമായ ഒരു അഭ്യാസം തന്നെ. തങ്ങളുടെ പ്രവൃത്തി സാഹസികമായി പോയെന്ന് ഷാൻപിയർക്കും ക്രഫോർഡിനും തോന്നാതിരുന്നില്ല. ചതുപ്പിൽ വീണുപോയാൽ മരണം നിശ്ചയം തന്നെ. തുടങ്ങിയ പ്രവൃത്തി മുഴുമിപ്പിക്കാതെ പിന്നോട്ടില്ലെന്ന് തീരുമാനിച്ച് അവർ മുന്നേറി. അക്കരെ എത്തിയപ്പോഴേക്കും അവർ തളർന്നിരുന്നു. ഏതാനും നിമിഷം അവിടെ നിന്ന് വിശ്രമിച്ചു. ഇക്കരെ ആശങ്കയോടെ നിൽക്കുകയാണ് ജൂലിയനും കരോളും ഭാര്യയും ക്രിസ്റ്റഫറും. ഉടനെ തിരിച്ചുവരും എന്നവർ കയ്യാട്ടി വിളിച്ചു. ഷാൻപിയറും ക്രഫോർഡും ഉയർന്ന പാറക്കെട്ടുകൾക്ക് മീതേക്ക് കയറി. അവിടെ നിന്ന് നോക്കിയപ്പോൾ വൻ പാറകളും ഒരു പറ്റം കൂട്ടം പാറകളും കണ്ടു. അതിനപ്പുറത്ത് കടലിരുമ്പുന്നതും കാണായി. ക്രഫോർഡും ഷാൻപിയറും വളരെ സൂക്ഷിച്ച് പാറക്കെട്ടുകൾക്കിടയിലൂടെ നടുവിലേക്ക് ഇറങ്ങി. അവിടെ ഒരു ഭാഗത്ത് ഉയരവും വിസ്താരമുള്ള വലിയൊരു ഗുഹ കാണപ്പെട്ടു. ഇവിടെ ശരിക്കും കാൽപെരുമാറ്റമുണ്ട്, ഷാൻപിയർ പറഞ്ഞു. ഇതായിരിക്കും ബ്ലാക്ക് ഡീമന്റെ താവളം. ഗുഹയുടെ ഉൾഭാഗത്ത് ഇരുട്ടായതിനാൽ അവിടെ എന്താണെന്ന് കാണാൻ കഴിഞ്ഞില്ല. എല്ലാവരും അകത്തേക്ക് കയറി നോക്കുന്നത് അപകടമാണെന്ന് തോന്നി. അവർ പാറകൾക്കിടയിൽ ഒരു പരിശോധന നടത്തി. ഒരു ഭാഗത്ത് ചെന്നപ്പോൾ ഷാൻപിയർ നടുക്കത്തോടെ പിന്മാറി. ഉടനെ ക്രഫോർഡിനെ വിളിച്ചു ആ കാഴ്ച കാണിച്ചു കൊടുത്തു. വലിയൊരു അസ്ഥിക്കൂനയാണ് അവരുടെ മുമ്പിലുണ്ടായിരുന്നത്. മനുഷ്യരുടെയും മൃഗങ്ങളുടെയും തലയോട്ടിയും അസ്ഥിക്കൂമ്പാരങ്ങളും കൂട്ടിയിട്ടിരിക്കുന്നു. ഇനി ഇവിടെ നിൽക്കുന്നത് അപകടമാണ്, ക്രഫോർഡ് തിടുക്കത്തിൽ പറഞ്ഞു. ഉടൻ തന്നെ അവർ പാറക്കെട്ടുകളിൽ വലിഞ്ഞു കയറി ചതുപ്പിൻ്റെ കരയിലെത്തി. നമ്മൾ കണ്ട കാഴ്ചയെക്കുറിച്ച് മറ്റാരോടും പറയണ്ട, ഷാൻപിയർ ക്രഫോർഡിനെ ഓർമ്മിപ്പിച്ചു. കല്ലുകളിലൂടെ ചാടി അവർ ചതുപ്പിനക്കരെ എത്തി. ക്രഫോർഡിൻ്റെയും ഷാൻപിയറിൻ്റെ മുഖഭാവം കണ്ടപ്പോൾ തന്നെ എന്തോ കുഴപ്പമുണ്ടെന്ന് ജൂലിയനും കരോളിനും തോന്നി. എന്തുപറ്റി? അവിടെ എന്താണുള്ളത്? ജൂലിയൻ ക്രഫോർഡിനെ ചോദിച്ചു. അവിടെ ഒന്നുമില്ല, ഒരു വലിയ ഗുഹ കണ്ടു, അത്ര തന്നെ. ക്രഫോർഡ് എന്തോ മറച്ചു വെച്ച് സംസാരിക്കുകയാണെന്ന് ജൂലിയന് മനസ്സിലായി. ഷാൻപിയറും മറ്റുള്ളവരെയും കൂട്ടി ചതുപ്പിൻ്റെ വലതുഭാഗത്തെ കാട്ടിലേക്ക് നടന്നു. നിൽക്കൂ, പുറകിൽ നിന്നും ക്രിസ്റ്റഫറിൻ്റെ സ്വരമായിരുന്നു. എല്ലാവരും തിരിഞ്ഞു നിന്നു. ഇത് കണ്ടോ ഈ കാൽപ്പാടുകൾ? ക്രിസ്റ്റഫർ മരത്തിന് ചൂട്ടിൽ നനഞ്ഞ മണ്ണിൽ അവ്യക്തമായി പതിഞ്ഞു കാണപ്പെട്ട കാൽപ്പാടുകളിലേക്ക് കുഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു. എല്ലാവരും അത് കണ്ടു. 2 അടിയോളം നീളവും 3/4 അടിയോളം വീതിയുമുള്ള ഒരു വലിയ കാൽപ്പാടുകൾ. 5 ജോഡി കണ്ണുകളിൽ പ്രാണഭയം ഊതുവീർത്തി പൊട്ടിത്തുടങ്ങിയിരുന്നു. അധ്യായം 9. അല്പസമയത്തേക്ക് ആർക്കും ശബ്ദിക്കാനൊന്നും കഴിഞ്ഞില്ല. കാൽപ്പാടുകൾ യഥാർത്ഥത്തിലുള്ളത് തന്നെ. ഷാൻപിയർ ചുവട് നോക്കി ഏതാനും വാരം നടന്നു. കാട്ടിലെ കരിയലുകൾക്ക് മീതെ അവ അപ്രത്യക്ഷമായിരിക്കുന്നു. ഇതൊരു രാക്ഷസന്റെ കാൽപ്പാടുകൾ പോലെയുണ്ടല്ലോ, സിൽബാദ് കഥകളിലെ പോലെ. ക്രിസ്റ്റഫർ കൗതുകത്തോടെ കാൽപ്പാടിൻ്റെ അളവെടുക്കാൻ ശ്രമിച്ചു. 6 വിരലുകൾ മാത്രമാണ് ഓരോ കാലിനുമുള്ളത്, ക്രഫോർഡ് പറഞ്ഞു. അപ്പോൾ ഈ കാൽപ്പാടിൻ്റെ ഉടമയാണ് നമ്മുടെ ശത്രു, നമ്മുടെ ലോഞ്ച് നശിപ്പിച്ചവൻ, നമുക്ക് മുമ്പ് വന്ന നാവിക സംഘങ്ങൾ നശിപ്പിച്ചവൻ, ബ്ലാക്ക് ഡീമൺ. ഷാൻപിയർ ഗൗരവത്തോടെ പറഞ്ഞു തുടങ്ങിയത്. അവൻ്റെ വാസസ്ഥലമായിരിക്കണം. ചതുപ്പിനും അപ്പുറത്ത് പാറനിരക്കുകളിലെ ഗുഹ. ഇനി അവറ്റകളിൽ ഒന്നിൽ കൂടുതൽ ഉണ്ടാവുമോ എന്ന് ആലോചിച്ചാൽ മതി. ഇതെന്തൊരു ജീവിയാണെന്ന് നമുക്കറിയില്ലല്ലോ. മനുഷ്യനോട് സാമ്യമുള്ളതായിരിക്കണം. ബുദ്ധിയുള്ളത് കൊണ്ടുമായിരിക്കുമല്ലോ നമുക്ക് മുന്നേ വന്ന നാവികരെ ഇല്ലായ്മ ചെയ്യാൻ സാധിച്ചത്, ക്രഫോർഡ് പറഞ്ഞു. ഈ കാൽപ്പാടിൻ്റെ ഉടമ ആരുമായിക്കൊള്ളട്ടെ, നമുക്ക് തോക്കുണ്ടല്ലോ. വെടിയുണ്ടയ്ക്ക് കീഴടങ്ങാത്ത ജീവനുണ്ടോ? ഭാര്യ ചോദിച്ചു. ഉണ്ട് എന്നതിൻ്റെ തെളിവാണ് ഈ കാൽപ്പാടുകൾ. നമുക്ക് മുമ്പ് വന്ന നാവിക സംഘങ്ങളും തോക്കുകളും കൊണ്ടുവന്നിരുന്നു എന്നതിൽ സംശയമുണ്ടാവില്ല. എന്നിട്ടും ബ്ലാക്ക് ഡീമൺ എന്ന ജീവിക്ക് അവരെയെല്ലാം നശിപ്പിക്കാൻ കഴിഞ്ഞതിൽ എങ്കിൽ അതിനൊരു അർത്ഥമുണ്ട്. അവന് തോക്കുകളെ കബളിപ്പിക്കാൻ മതിയായ കൗശലമുണ്ടെന്നാണ് ഷാൻപിയർ പറഞ്ഞു. നമുക്ക് കൂടാരത്തിലേക്ക് തിരിച്ചു പോകാം. ജൂലിയനെ ഇനി കാട്ടിൽ ചുറ്റിക്കറങ്ങണമെന്നില്ലായിരുന്നു. തിരിച്ചു പോകാം എന്ന് തന്നെയാണ് കരോളൈസിയും ആവശ്യപ്പെടുന്നത്. ഭാര്യയും അതേ അഭിപ്രായത്തിൽ. ഒടുവിൽ അവർ കൂടാരങ്ങളിലേക്ക് മടങ്ങി. നേരത്തെ വെടിവെച്ചിട്ടിരുന്ന പന്നിയെ കൂടി അവർ വലിച്ചെടുത്ത് കൂടാരത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ റാൽഫും സംഘവും ഒരു കിണർ കുഴിക്കുന്ന പ്രവൃത്തിയിലായിരുന്നു. പ്രിയമുള്ളവരെ, ഈ അധ്യായം ഇവിടെ തുടരുകയാണ്.
ഡെത്ത് കറന്റ് എന്ന ദ്വീപിലാവപ്പെട്ട നാവികരുടെ കഥയാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കൂട്ടം സഞ്ചാരികൾ ഇവരുടെ ഡെത്ത് കറന്റിൽ നിന്നും രക്ഷപ്പെടുമോ? ബ്ലാക്ക് ഡീമൺ എന്ന് പറയുന്ന ഒരു ഭീകരജീവിയിൽ ഇവർ എരിഞ്ഞു തീരുമോ? അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങളാണ് നമുക്ക് ഈ നോവലിലുള്ളത്. ഇതിൻ്റെ ബാക്കിയുള്ള അധ്യായം കേൾക്കുന്നതിനായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ ചെയ്യുകയൊക്കെ ചെയ്യുക. നമ്മുടെ കൂടെ കൊടുക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.